ഇന്ന് മുടിപ്പുരയിൽ നാടകമുണ്ട്. ആരാണ് ഇന്നത്തെ കാലത്ത് ഈ നാടകമൊക്കെ കാണാൻ പോണത്? നിനക്ക് നാടകത്തെ പുച്ഛോ? നിങ്ങൾക്ക് പറ്റിയൊരു കമ്പനി തോന്നിരിക്കുന്നു. സാരം കേട്ടനാ നീ വാ. സാരം കേട്ടാ എന്തോ ആലോചനയിലാണ്. പഴയ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചിരിക്കുകയായിരുന്നു. അണ്ണാ നിങ്ങളിപ്പോ നാടകത്തിലൊന്നും ഇല്ല. പണ്ടത്തെ പോലെ ഇപ്പൊ സ്റ്റേജ് ഒന്നും ഇല്ലല്ലോ. ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നാടകമൊന്നും വലിയ ഇതൊന്നുമില്ല. എടാ അത് ശരിയാ. പക്ഷെ ഒരു കാലത്തുണ്ടല്ല ഈ ക്ഷേത്രങ്ങളെല്ലാം പ്രകമ്പനം കൊള്ളിച്ചതേ ഈ നാടകങ്ങളായിരുന്നു. നിങ്ങൾ നാടക ഭ്രാന്തന്മാർ തമ്മിൽ സംസാരിക്കും. ഞാൻ ഒന്ന് കട വരെ പോയിട്ട് വരാം. ഇപ്പൊ നാടകമൊന്നും ഇല്ലെന്നറിയാം. അല്ല സിനിമയിലെ സീരിയലാണെന്നോ നോക്കിക്കൂടായിരുന്ന? എന്നെ പോലെയുള്ള നാടകക്കാരൊന്നും അവർക്കൊന്നും വേണ്ടല്ലോ. അതെന്താ? സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ അവരെന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഡയലോഗില് നാടകത്തിന്റെ മോഡുലേഷൻ കയറി വരുന്നു എന്ന് പറഞ്ഞ് അവരെന്നെ ഒഴിവാക്കാറുണ്ട്. അതെനിക്ക് വളരെ പ്രയാസം. അങ്ങനെയൊക്കെ ഉണ്ടാ? അതേ ഉള്ളൂ. അപ്പോ വരുമാന മാർഗമൊക്കെ? അതൊന്നും പറയണ്ട. നാടകത്തെ ഭ്രാന്തമായി സ്നേഹിച്ചപ്പോൾ 10 കാശുണ്ടാക്കാൻ മറന്നുപോയി. കുട്ടിക്കാലത്ത് നിങ്ങളെപ്പോലുള്ളവരുടെ നാടകങ്ങൾ കാണാൻ ഞങ്ങളെപ്പോലുള്ളവർ ഉത്സവപ്പറമ്പിൽ ഓടി എത്താറുണ്ട്. അതൊക്കെ ഒരു കാലം. ആ കാലങ്ങളൊക്കെ എത്ര മനോഹരായിരുന്നു. ഓരോ കഥാപാത്രങ്ങളും നിങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മൊബൈൽ മതിയല്ലോ. അതാണല്ലോ അവരുടെ ലോകം. അത് ശരിയാ. ഇന്ന് മൊബൈൽ തുറന്നാൽ കാണുന്നതിൽ ഭൂരിഭാഗവും പേക്കൂത്തുകളാണ്. നമ്മളെപ്പോലുള്ള പാവം പിടിച്ച നാടകക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരാ ഉള്ളത്? ഇന്ന് കുറെ യൂട്യൂബ് ചാനലുകാരന്മാരുണ്ട്. പച്ചയെന്നോ മഞ്ഞയെന്നോ ഇതൊക്കെ പേര്. അവർക്ക് കുറെ പേക്കൂത്തുകൾ മതി. ബെസ്റ്റ് അണ്ണാ. നിങ്ങൾ ഇതുവരെ നാടക കഥയൊന്നും പറഞ്ഞ് തീർന്നില്ലേ? നാടകത്തെ കുറിച്ച് പറഞ്ഞാലേ ഒരു ജന്മം മതിയാവില്ല. അണ്ണാ എനിക്കോ എന്റെ തലമുറയ്ക്കോ നാടകത്തെ കുറിച്ചൊന്നും അറിയില്ല. അണ്ണാ ക്ഷമിക്ക്. ആ ഉത്സവപ്പറമ്പില്ലേ മൈക്കും സ്റ്റേജും ഫസ്റ്റ് ബെല്ലും മറക്കാൻ കഴിയില്ല. അത് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകട്ടെ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണ. അണ്ണം വാ, ഇന്ന് ക്ഷേത്രത്തിൽ നാടകമുണ്ട്. മാറിയിക്കടാ, നീ വരുന്നെങ്കിൽ വാ. അണ്ണാ നെല്ല്. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ നാടകത്തിൽ എന്തോ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഞാനും ഇതൊന്ന് മനസ്സിലാക്കട്ടെ. ഞാനും വരുന്നു. തബലിന് നാദം നാടകം ആരംഭിക്കുന്നു.